എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും ശത്രുദോഷങ്ങൾ ഉണ്ടാകും. ഈ ശത്രുദോഷങ്ങൾ കൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ദുരിതം മുട്ടി ഇരിക്കുമായിരിക്കും. ആ ഒരു സമയത്ത് ശത്രുക്കൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്, നമ്മൾ എത്ര ഹോമങ്ങളും വഴിപാടുകളും ചെയ്തിട്ട് ശത്രുവിനെതിരെ ഒരു വിരൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റാത്തുള്ള രീതിയിലാണ് നമുക്ക് ശത്രു ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ശത്രു നമുക്ക് എന്താണ് ചെയ്ത് വെച്ചേക്കുന്നത്, അതേ നാണയത്തിൽ തന്നെ നമുക്ക് ശത്രുവിനോട്ട് നമുക്ക് തിരിച്ചൊരു പണി കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശത്രുദോഷം നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ പാവമാണെന്ന് ഓർത്തിരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന എല്ലാവരും നമ്മുടെ തലയിൽ കയറും. അപ്പം ആഭിചാര ദോഷം വെച്ചിട്ട് നമുക്ക് ആരാണോ മോശമായിട്ട് പണി ചെയ്ത് നമ്മൾ ജോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആഭിചാര ദോഷമുണ്ട്, ശത്രുദോഷമുണ്ട്, ശത്രു നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ്, നിങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ പറ്റുന്നില്ല, ജോലി തടസ്സം, എല്ലാ തടസ്സങ്ങളും ഈ ശത്രുദോഷം കൊണ്ടാണെന്ന് പറയുവാണെങ്കിൽ ഭക്തജനങ്ങളെ ഈ ഒരു പ്രതിവിധി മാത്രം ചെയ്താൽ മതി. ഒരു പിടി കുരുമുളക് മതി. ഒരു പിടി കുരുമുളക് എടുത്ത് കൊടുങ്ങല്ലൂർ അമ്മയുടെ നടക്ക് നേരെ നിന്ന് 21 തവണ തലക്കൊഴിഞ്ഞ്, അമ്മേ എനിക്ക് നാലാദിക്കിൽ നിന്നും ആൾക്കാരിൽ നിന്നും ശത്രുദോഷങ്ങളും പ്രശ്നങ്ങളാണ്, എൻ്റെ ശത്രുദോഷങ്ങൾ അമ്മ മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച് ഒരു പിടി കുരുമുളക് കിഴികെട്ടി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ചെന്ന് തലയ്ക്കൊഴിഞ്ഞ് വെക്കെങ്കിൽ ഈ പറയുന്ന ശത്രു എത്ര വലിയ പവർഫുള്ളായാണെങ്കിലും ശത്രു 3 ദിവസത്തിനുള്ളിൽ താഴെ വീണിരിക്കും. നമ്മളിലുള്ള ആ നെഗറ്റീവ് ദോഷം മാറി ശത്രു എന്താണ് നമുക്ക് ചെയ്തു വെച്ചേക്കുന്നത് അത് ശത്രുവിനിട്ട് തന്നെ തിരിച്ചു കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെ ചെയ്യുന്നത്, നമുക്ക് ഒരു ചുവന്ന പട്ടെടുക്കുക. ചുവന്ന പട്ടെടുക്കുമ്പോൾ പൂജാക്കട നമ്മൾ പോകുമ്പോഴത്തേക്ക് കോട്ടൺ പട്ട് മേടിക്കുക. കാരണം പോളിസ്റ്റർ ആകുമ്പോഴത്തേക്ക് കെട്ടിയാൽ നിൽക്കത്തില്ല. കോട്ടൺ പട്ട് മേടിച്ചിട്ട് കയ്യിൽ എടുത്ത് ഒരു പിടി കുരുമുളക്, ഈ കുരുമുളക് എടുത്തിട്ട് കോട്ടൺ പട്ടിനകത്ത് ഇടുക. എന്നിട്ട് അതൊന്ന് നല്ലപോലെ കിഴി കെട്ടുക. ചില ഭക്തജനങ്ങൾ കിഴി കെട്ടാൻ അറിയാത്ത ഭക്തജനങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ കിഴി കെട്ടിയിട്ട് കുരുമുളക് താഴെ പോകാതിരിക്കും വേണ്ടി നൂല് കൊണ്ട് കെട്ടുന്നത് ഒരു ഉത്തമമായിരിക്കും. നൂല് കൊണ്ട് എന്നിട്ട് ഈ ചുമന്ന പട്ടിനകത്ത് ശുദ്ധമായ കുരുമുളക് കിഴി കെട്ടിയിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവുക. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിട്ട്, അമ്മേ എനിക്ക് എല്ലാ ദിക്കിൽ നിന്നും ശത്രുദോഷങ്ങളുണ്ട്, എനിക്ക് ശത്രുവിൻ്റെ പേരറിയത്തില്ല, എനിക്കെതിരെ ചെയ്തത് ആരാണെന്നറിയത്തില്ല, എൻ്റെ തൊഴിൽ തടസ്സങ്ങളും എൻ്റെ ദുരിതങ്ങളും എൻ്റെ പ്രശ്നങ്ങളും എല്ലാം മാറണമെന്ന് പ്രാർത്ഥിച്ച് കൊടുങ്ങല്ലൂർ അമ്മയുടെ നടക്കി നേരെ നിൽക്കുക. നടക്കി നേരെ നമ്മൾ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ തിരക്കുള്ളതുകൊണ്ട് നമുക്ക് അത്രയും നേരം നിൽക്കാൻ പറ്റത്തില്ല. അമ്മയുടെ നേരെ നിന്നുകൊണ്ട് നമ്മൾ വലതുവശത്തും തൊട്ട് 21 തവണ കുരുമുളക് ഒഴിക്കുക. എന്നിട്ട് ഈ കുരുമുളകും കൊണ്ട് നടക്കിലോട്ട് പോകുമ്പം കൊടുങ്ങല്ലൂർ അമ്മയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട്, അമ്മേ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറ്റിത്തരാം, എനിക്കെതിരെ ആരാണോ ചെയ്തത് അവർക്ക് അതിൻ്റെ അമ്മ അനുഭവം കാട്ടിക്കൊടുത്തേ എന്ന് തീരുമെന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന കുരുമുളക് കിഴി ആ അമ്മയുടെ നടക്കി വെക്കുക. കൃത്യം 3 ദിവസം നമുക്ക് ആരാണോ ചെയ്തത് ആ ദോഷം നമ്മുടെ മാറുകയും ചെയ്തും ഇത് ചെയ്തവർക്ക് ഓൺ ദ സ്പോട്ടിൽ പണി കിട്ടും. കാരണം കൊടുങ്ങല്ലൂരമ്മ നിസ്സാരക്കാരിയല്ല. കാരണം ശത്രുദോഷത്തിനാണ് നമ്മൾ കുരുമുളക് ഉപയോഗിക്കുന്നത്. ഇത് ഭക്തജനങ്ങൾ കൊടുങ്ങല്ലൂർ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തിരുമേനിയായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം ഈ കുരുമുളക് നടക്കി വെക്കുക. ഭദ്ര ഇരിക്കുന്ന ക്ഷേത്രത്തിൽ. ചില ക്ഷേത്രത്തിൽ കുരുമുളക് എടുക്കാറില്ല. അതാണ് ഞാൻ നേരത്തെ ഭക്തജനങ്ങളോട് പറഞ്ഞ, അടുത്ത് ഭദ്ര ഇരിക്കുന്ന ക്ഷേത്രത്തിൽ കുരുമുളക് കൊണ്ടുവെക്കാമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. ചില ക്ഷേത്രങ്ങളിൽ വെക്കാറില്ല, ഒട്ടുമിക്ക ക്ഷേത്രം. പക്ഷെ കൊടുങ്ങല്ലൂർ ഈ പറയുന്ന പോലെ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലൊക്കെ ശത്രുദോഷം മാറാൻ വേണ്ടി ചുമന്ന പട്ടിനകത്ത് കിഴി കെട്ടി കുരുമുളക് വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്, ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന്. പക്ഷെ നമ്മുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടിയാണ് നമ്മൾ കുരുമുളക് ദേവിക്ക് സമർപ്പിക്കുന്നത്. അത് ചുവന്ന പട്ട്, അത് കോട്ടൺ പട്ടായിരിക്കണം. കോട്ടൺ പട്ടാണെങ്കിൽ ഉത്തമം. പിന്നെ നമ്മുടെ പ്രാർത്ഥന, ദേവിയോടുള്ള വിശ്വാസം, ഭക്തി പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും കൊടുങ്ങല്ലൂർ നമ്മുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ശത്രുദോഷങ്ങളൊക്കെ മാറി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കട്ടെ എന്ന് ഞാനും ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നുണ്ട്. നമസ്കാരം.